ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. താൽക്കാലികമായി ഡേറ്റ് മാറ്റി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒന്നും അങ്ങോട്ട് ഫലപ്രദമല്ല. കേന്ദ്ര സർക്കാർ പറയുന്നത് ഇക്കാര്യത്തിൽ മറ്റാരും ഇടപെടരുത് എന്നാണ്. അതുപോലെ തന്നെ ഇവരെ നമുക്ക് ഇപ്പോൾ ഒരു ഭരണകൂടം ഒന്നും തന്നെ ഇല്ല. ഹൂത്തികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ? ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുകയും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് യഥാർത്ഥത്തിൽ എത്ര ശ്രമം നടത്തിയാലും കേരള സർക്കാരിൻ്റെ ഇടപെടലുകൊണ്ട് ഈ വിഷയം പരിഹരിക്കില്ല എന്നതാണ് നമ്മൾ ഇത്ര നാളായിട്ട് കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു സർക്കാർ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഊതികളുടെ ഒരു നേതൃത്വമാണ് അവിടെ നിലനിൽക്കുന്നത്. അവിടെ അവർ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീർച്ചയായിട്ടും കാന്തപുരത്തിന് അതിൽ നല്ല റോൾ വഹിക്കാൻ കഴിയുകയും കേന്ദ്ര സർക്കാർ അതിൽ ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാന്തപുരം അടക്കമുള്ള ആളുകൾ ഇടപെടുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായി പൈസ പിരിച്ച് കുറേ ആളുകൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ വാച്ച് ചെയ്യുകയും ചെയ്യണം. അതേസമയം കാന്തപുരത്തിനെ പോലുള്ള ഒരാൾ ഏത് വഴി ഉപയോഗിക്കാമെന്നാണ് ഇപ്പൊ മാഡം പറയുന്നത്? അല്ല, ഏത് വഴി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പൊ കാന്തപുരത്തിനെ പോലൊരാൾ അത് അറിയപ്പെടുന്ന ഒരാളാണ്. ഒരു തരത്തിലും പൈസ പിരിക്കുന്ന ഒരു പരിപാടി അദ്ദേഹം നടത്തിയിട്ടില്ല. അല്ലാതെ ഇതിനു വേണ്ടി പൈസ പിരിക്കുകയും വേറെ രീതിയിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രിച്ചോട്ടെ. അതേസമയം കാന്തപുരത്തിനെ പോലൊരാളെ ഇടപെടിക്കാതെ കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്ക് ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല. അങ്ങനെ നിമിഷപ്രിയയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ, അതായത് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പറ്റില്ല എന്ന് ഞാനൊക്കെ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇപ്പോൾ കാന്തപുരം ഇടപെട്ടതിന് ശേഷം മുസ്ലിം വിഭാഗങ്ങളായിട്ടുള്ള കാന്തപുരത്തിനെ പോലുള്ള ആളുകൾ ഇടപെട്ടാണ് ഈ വിഷയം പരിഹരിക്കുന്നതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനം വന്നപ്പോഴാണ് ഇനി വേറെ ആരും ഇടപെടേണ്ടതില്ല എന്ന് ഈ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ആവശ്യം എന്താണ്? ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതാണ്. അതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടാൽ കേന്ദ്ര സർക്കാരിന് എതിരായിട്ട് ജനങ്ങളുടെ വലിയ വികാരം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാന്തപുരം ഇടപെടുകയാണെങ്കിൽ അതുപോലുള്ള ആളുകൾ ഇടപെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് ഈ പറഞ്ഞ വിഭാഗങ്ങളുമായി, മാത്രമല്ല ഈ വിഷയത്തിൽ ഈ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇനി അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ശിക്ഷ, എൻ്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇവർക്കും കൊല തന്നെ ശിക്ഷ വേണം എന്ന നിലപാടിലേക്ക് എത്തുന്നത്. അപ്പം വിവാദങ്ങൾ ഒഴിവാക്കി ആ മനുഷ്യജീവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ടാണ് സർക്കാരുകളാണെങ്കിലും സംഘടനകളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഈ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണെങ്കിലും ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയും ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് നിമിഷപ്രിയയുടെ ജീവനായിരിക്കുമെന്ന സത്യത്തെ ആളുകൾ തിരിച്ചറിയണം. കുറച്ച് മൗനം പാലിച്ച് ഈ കാര്യങ്ങൾ സമാധാനപരമായി ഇവർക്കൊക്കെ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. കാരണം കാന്തപുരത്തിനൊക്കെ അവിടെ സത്യത്തിൽ നല്ല ഹോൾഡ് അവർക്കുണ്ട്. കാരണം അത്തരത്തിൽ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇവരെയാണ് അവിടുത്തെ ഈ പറഞ്ഞ ആളുകളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളുമായി വേണ്ടത്ര സഹകരിക്കാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണാം. അതേസമയം ഒരു ഔദ്യോഗിക ബോഡി എന്ന നിലയിൽ ഇപ്പോൾ കാന്തപുരത്തിന് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾക്ക് അവിടെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അത് കേന്ദ്ര സർക്കാരിന് ഗുണകരമായി മാറുകയുള്ളൂ, ദോഷകരമായി മാറുകയില്ല. അതേസമയം അത് ചെയ്യാതിരുന്ന് ആ കുട്ടിക്ക് മരണം സംഭവിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാകുകയും ചെയ്യും. അല്ല, ഇതിലിപ്പോൾ ഈ സർക്കാരുകൾക്കൊരു നിലപാടുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഓരോ രാജ്യത്തിനും സർക്കാർ നിലപാടുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ഭരണകൂടമോ ഒന്നും ഈ കൃത്യമായി കണ്ടെത്തി അല്ലെങ്കിൽ എംബസികളോ ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ സർക്കാരുകൾ അതിനുള്ള ഓരോ ഉപാധികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതി വിധിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ പണം വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചോ
മുതലെടുപ്പുകൾ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അമ്മയോട് പറഞ്ഞതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ കഷ്ണങ്ങളാക്കി നുറുക്കി സൂട്ട് കേസിലാക്കിയതൊന്നും നിമിഷപ്രിയക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ അനസ്തേഷ്യ പോലുള്ള അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. സ്വാഭാവികമായും ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഘട്ടത്തിലെത്തി നിൽക്കുന്നത് കൊണ്ട് ഇതിൽ ഏത് തരത്തിലുള്ളൊരു പരിഹാരമാകും ഉണ്ടാവുക? അതെ, അത് കോംപ്ലിക്കേറ്റഡ് ആക്കി കളഞ്ഞു. അതായത് ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഒരു സർക്കാർ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം എന്താ? അവിടെ ഒരു സർക്കാർ നിലനിൽക്കുന്നില്ല. ഇനി നമ്മുടെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനം എടുത്താലും നമ്മുടെ കേന്ദ്ര സർക്കാരിനോട് പറയാനല്ലേ പറ്റൂ. അല്ലാതെ അവിടെ ഒരു ആ സർക്കാരിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആ സർക്കാരിന് ഡയറക്ഷൻ കൊടുക്കാനോ ഇവിടുത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കഴിയില്ല. അത് നിയമപരമായി അവർ സ്വീകരിക്കുകയുമില്ല. പിന്നെ അവിടെ ഒരു സർക്കാർ നിലനിൽക്കില്ല എന്ന് പറയുമ്പോഴും ഒരു ലോ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ആ ലോ സിസ്റ്റത്തിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് നമ്മുടെ സർക്കാരിനല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ഇവിടെ ഇതുപോലുള്ള കാന്തപുരത്തിനെ പോലുള്ള ആളുകൾക്കാണ് അവിടുത്തെ ആ സിസ്റ്റത്തെയും അവരുടെ ഫാമിലിയെയും, അവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്താ? ഈ ഫാമിലി മാപ്പ് കൊടുത്താൽ മാത്രമേ ഈ വധശിക്ഷ ഒഴിവാവുള്ളൂ. അപ്പൊ ആ ഫാമിലിക്ക് വിശ്വാസമുള്ള ആളുകൾ അവർ ചോദിച്ച മോചനദ്രവ്യം കൊടുക്കുക എന്ന് പറയുന്നതാണ്. അത് അവർ കൊടുത്ത് അവരെ കൊണ്ട് മാപ്പപേക്ഷ, അത് ഈ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ. അത് അവരെ കൊണ്ട് മോചനദ്രവ്യം സർക്കാരിന് കൊടുക്കുക എന്നുള്ളതല്ല, ഈ മാപ്പപേക്ഷ കിട്ടുന്നതിന് വേണ്ടി അവർ എന്ത് ഡിമാൻഡാണോ ചെയ്യുന്നത് ആ ഡിമാൻഡ് നമ്മൾ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ കാന്തപുരത്തിനാണ് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ കാന്തപുരത്തിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ചെയ്യാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? കാരണം നമ്മുടെ കുട്ടിയല്ലേ, കേരളത്തിൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും ആ നിലയിൽ ഇടപെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അല്ലാതെ നമ്മൾ ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും ഒരേപോലെ കുറ്റപ്പെടുത്തി ഇനി ആരും ഇടപെടണ്ട എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇടപെടാൻ കഴിയുമെങ്കിൽ ഞാൻ വേറൊരാളും ഇടപെടണ്ട എന്ന് പറയുന്നതിൽ ശരിയായിരിക്കാം. പക്ഷേ എനിക്കതിന് കഴിയില്ല എങ്കിൽ മറ്റൊരാൾ ഇടപെട്ടാണെങ്കിലും ആ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നതാണ് കേന്ദ്ര സർക്കാർ എടുക്കേണ്ട നിലപാട്. ആരും ഇടപെടരുത് എന്ന് പറയുന്നത് ഇവിടുത്തെ കാന്തപുരം അടക്കമുള്ള ആളുകളെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കണ്ണിലൂടെ കണ്ടിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇത് പരിഹരിച്ച് അവർ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കരുത് എന്ന് കരുതിയാണ് ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോ ചെയ്യുന്നതെങ്കിൽ അത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമായി മാറും. സ്വാഭാവികമായും നമ്മൾക്ക് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.